അപ്പം തന്നെ സഞ്ജു സാംസൺ ഉറപ്പായിട്ടും വലിയൊരു ഇൻസ്പിറേഷനാണ് ഷോണിന്. സഞ്ജു എങ്ങനെയാണ് ഷോണിനെ പലതരത്തിലും സ്വാധീനിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും നമ്മളെ കേരളത്തിൽ നിന്നൊരു പ്ലെയർ ആകെ കുറച്ച് പേരെ എൻ്റെ കയ്യിലുണ്ടാകുന്ന പ്ലേയേഴ്സേ ഉള്ളൂ ഇന്ത്യ കളിച്ചിട്ടുള്ളത്. സോ അതിൽ നിന്നൊരു പ്ലെയർ, എസ്പെഷ്യലി ഒരു ബാറ്റർ പോയി അവിടെ നിന്ന് ഇന്ത്യ കളിക്കുമ്പം ഇപ്പോഴത്തെ നമ്മൾക്കൊരു ജനറേഷൻ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കും ആ ലെവലിൽ പോയി ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ഒരുപാട് ബാറ്റിങ്ങിൽ ആ ഷോട്ട്സുകളായിക്കോട്ടെ, ആ കളിയിൽ ആ ഒരു ഗെയിം സ്റ്റൈൽ ആയിക്കോട്ടെ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. പിന്നെ നമ്മൾ എല്ലാവർക്കും കേരളത്തിലുള്ളൊരു ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് സഞ്ജുട്ടൻ. സഞ്ജുവിൻ്റെ ഏതൊക്കെ ആസ്പെക്റ്റുകളാണ് ഷോൺ പകർത്താൻ ശ്രമിക്കുന്നത്, ഓൺ ദ ഫീൽഡ് ഓഫ് ദ ഫീൽഡോ? തിങ്ക് ബാറ്റിങ്ങിൽ ആ റേഞ്ച് ഓഫ് ഷോട്ട്സ് സഞ്ജുവിൻ്റെ നല്ല ക്ലിയറിങ് കപ്പാസിറ്റി വളരെ നല്ലതാണ്. സോ അത് എക്സ്ട്രോർഡിനറി ഹിറ്റിംഗ് ആണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ പുള്ളി ഓഫ് ദ ഫീൽഡ് നല്ല കാമും നല്ല കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം ആ ഒരു ബാലൻസ് തന്നെ നമുക്ക് പുള്ളിയോട് ഞാൻ സീനിയർ ടീമിൽ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് അത് കാര്യം പിക്ക് ചെയ്യാൻ പറ്റി. അത് നമുക്ക് ഫ്യൂച്ചറിൽ നമ്മളത് കണ്ട് പഠിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നീട് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ, അതായത് സഞ്ജുവിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ കളിക്കാൻ സാധിച്ചു. എനിക്കൊന്ന് മുഷ്താഖ് അലി ട്രോഫിയിലാണെന്ന് തോന്നുന്നു സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ. രഞ്ജി ട്രോഫിയിലും അതൊക്കെ എങ്ങനെയായിരുന്നു ക്യാപ്റ്റൻസിയിൽ കളിക്കുമ്പോഴുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഈസി ആയിട്ടും നമ്മുടെ കളി നമ്മൾ തന്നെ കളിക്കാനുള്ള ഒരു ഫ്രീഡവും ആ ഒരു കാംനെസ് ആയിരുന്നു. വളരെ എനിക്ക് ഞാൻ സ്ട്രൈക്കിംഗ് ആയിട്ട് പറഞ്ഞു, കാം ഒരു അപ്രോച്ച് ആയിരുന്നു എല്ലാ പ്ലേയേഴ്സിനോടും ടുവേർഡ്സ്, എസ്പെഷ്യലി വരുന്ന പ്ലേയേഴ്സിനായിക്കോട്ടെ ആ ഒരു വെൽക്കമിങ് ഫീലിംഗ് ആയിരുന്നു. ഇപ്പോൾ ക്രിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അധികം വൈകാതെ ഒരുപാട് പ്രതിഭകളുടെ കേരളത്തിന് വേണ്ടിയിട്ട് രഞ്ജിയിലൊക്കെ കളിക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു റെഡ് ബോളിലേക്കുള്ളൊരു മാറ്റത്തിലേക്കൊക്കെ വരുമ്പോൾ മനസ്സിലെന്തായിരുന്നു ഫസ്റ്റ് രഞ്ജി ക്യാപ്പൊക്കെ അണിയുമ്പോൾ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? വളരെ ബിക്കോസ് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, നമുക്ക് കേരളത്തിന് രഞ്ജി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക് സീസൺ ഹയസ്റ്റ് ആണ് ഇവിടെ ഡൊമസ്റ്റിക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതും ഞാൻ 19 വയസ്സിലാണ് ചെയ്യുന്നത്. സോ വളരെ ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ആ സമയത്തും. പിന്നെ ആ സമയത്തും എല്ലാ സീനിയർ പ്ലേയേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്ത് കളിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ ആ ഒരു ഏജിൽ അങ്ങനെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സോ ആ സമയത്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പുറത്തെ ഒപ്പോണൻസ് നമ്മൾ ഇന്ത്യ കളിച്ചുള്ള ബോളേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവരെ ഫേസ് ചെയ്യാനും അവരെങ്ങനെയാണ് അവരെ കളി അപ്രോച്ച് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ലെവലിൽ വരും, അതൊക്കെ കാണാനും കളിക്കുന്നതിലും ഉപരി കാണാനും ഒരുപാട് പഠിക്കാൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ സമയത്ത് തന്നെ അണ്ടർ-19 ഇന്ത്യൻ ടീമിലേക്കും എത്തി. ഒരു രാജ്യത്തിനെ ഏത് കാറ്റഗറിയിലായാലും രാജ്യത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഏത് സ്പോർട്സ് താരത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് സാധനമാണ്. തീർച്ചയായിട്ടും ആ ഒരു മൊമെൻ്റ് ഒക്കെ എങ്ങനെയാണ്? ആ ഒരു മൊമെൻ്റ് ഒരു പ്രത്യേക ഒരു മൊമെൻ്റ് ആയിരുന്നു. ബിക്കോസ് നമ്മൾ അതിൻ്റെ മുമ്പത്തോളം കോവിഡായിരുന്നു. എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഇയർ 19 ഇല്ല. സോ അപ്പോൾ ഞാൻ ഇന്ത്യയുടെ എൻ്റെ അവസാനത്തെ ഇയറിലാണ്. സോ കോവിഡ് വന്നു, ഒരു വളരെ ട്രിക്കി സിറ്റുവേഷൻ. അടുത്ത കൊല്ലം ഇനി വരുമോ ഇല്ലയോ, പക്ഷേ ദിവസമാഴ്ച അടുത്ത കൊല്ലം വന്നു. പക്ഷേ ആ മുമ്പത്തെ കൊല്ലം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. എൻ്റെ വീട്ടിലെ മുകളിൽ ഞാൻ താമസിച്ച വെട്ടുകാട് സ്ഥലത്തുള്ള ബാൽക്കണിയിൽ ടെറസിലവിടെ നമ്മൾ ഡ്രിൽസ് ആയിക്കോട്ടെ, ബാറ്റിംഗ് ഡ്രിൽസ് ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, ഓൺലൈൻ എൻ്റെ ട്രെയിനേഴ്സിനോടും പിന്നെ പപ്പയുടെ ബാറ്റിംഗ് ഡ്രിൽസ് ഒരുപാട് ഡെയിലി കോൺസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യും. നമ്മൾ രാവിലെ വെറുതെ ഇരിക്കുന്നില്ല വീട്ടിൽ. കോവിഡാണെന്ന് പറഞ്ഞു ടൈം വളരെ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ സമയത്ത് നോർമലായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു നോർമൽ റൂട്ടീനിൽ തന്നെ എല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ആ ഒരു 1 ഇയർ ഗ്യാപ്പ് തീർന്നപ്പം ഞാൻ റെഡി ആയിരുന്നു ആ ഒരു സീസണിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള മെൻ്റലി ആയിരുന്നു ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ ആ സമയത്ത് വേണ്ടിയിരുന്നത്.